ഹലോ ഗായ്സ്, നമുക്ക് ഇന്ന് ഇരുമ്പമ്പുളി അച്ചാർ ഇട്ടാലോ? എല്ലാവർക്കും ഇഷ്ടമാണ് ഇരുമ്പമ്പുളി അച്ചാർ. എനിക്ക് അച്ചാറുകളെല്ലാം ഇഷ്ടമാണ് കേട്ടോ. എന്ത് കറി ഉണ്ടെങ്കിലും അച്ചാറുകളുണ്ടെങ്കിലാണ് അതൊരു പൂർണ്ണതയിലേക്ക് എത്തുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കുറച്ച് ഇരുമ്പമ്പുളി അടുത്തുള്ള വീട്ടിലൊരു ചേച്ചി തന്നാ കേട്ടോ. അത് ഞാൻ കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് ചെറിയ പീസസായിട്ട് അരിഞ്ഞു എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അങ്ങനെയെല്ലാം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാവേ. ഒരു പാൻ അടുപ്പേ വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ഞാൻ നല്ലെണ്ണ കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിലല്ല ഞാൻ അച്ചാർ സാധാരണ ഉണ്ടാക്കാറ്, നല്ലെണ്ണയിൽ അച്ചാർ ഉണ്ടാക്കാറ്. അങ്ങനെ അച്ചാർ നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കടുകും ഉലുവയും നന്നായിട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അത് പൊട്ടി വന്നതിന് ശേഷം നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ഇച്ചിരി അധികം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒരു ചൂടായതിന് ശേഷം ഞാൻ വെളുത്തുള്ളി നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നു, പച്ചമുളക് വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞു, ഇഞ്ചി നീളത്തിൽ അരിഞ്ഞു, അതെല്ലാം അരിഞ്ഞത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം ഒന്ന് മൂക്കുന്ന വരെ നല്ലോണം ഇളക്കി കൊടുക്കുക. ചെറിയൊരു ബ്രൗൺ കളർ വരണം, അതുപോലെ ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാട്ടോ. ഉണ്ടാക്കിയ അന്ന് തന്നെ നമുക്ക് വേണേൽ കൂട്ടാം, കഴിക്കാൻ പറ്റും, ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. പെട്ടെന്ന് ഈ ഇരുമ്പുപൊടി നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് വേകുമല്ലോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു അച്ചാറാട്ടോ. എക്സ്ട്രാ വെള്ളം ഒന്നും ഒഴിക്കേണ്ട കാര്യമില്ല, ഈ എണ്ണയിൽ തന്നെയാണ് നമ്മളെല്ലാ പരിപാടിയെല്ലാം ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇതെല്ലാം മൂത്ത് വന്നതിന് ശേഷം ഞാൻ അച്ചാർ പൊടി കേട്ടോ ഇട്ട് കൊടുത്തേക്കുന്നത്. ഞാൻ കായപ്പൊടി സാധാരണ ഉപയോഗിക്കാറില്ല കേട്ടോ, അച്ചാർ പൊടിയാണ് ഉപയോഗിക്കുന്നത്. അച്ചാർ പൊടിയിലെല്ലാം അടങ്ങിയിട്ടുണ്ടല്ലോ, കായം എല്ലാം അടങ്ങിയിട്ടുണ്ടല്ലോ. അങ്ങനെ അച്ചാർ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ കാണിച്ചിട്ടില്ല. ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇച്ചിരി കാശ്മീരി ചില്ലിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ പൊടികളെല്ലാം മൂത്ത് കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇരുമ്പമ്പുളിയും കൂടി ഇട്ട് ഇളക്കിയാൽ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള അച്ചാറാട്ടോ. എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ എന്താ വിശേഷം? നിങ്ങൾക്ക് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. അങ്ങനെ ചേട്ടായി കേട്ടോ സത്യം പറഞ്ഞാൽ ഈ അച്ചാർ ഉണ്ടാക്കുന്നത്. ചേട്ടായിയുടെ അച്ചാർ വേറെ ആരുണ്ടാക്കിയേക്കാളും ഏറ്റവും ഇഷ്ടം എനിക്ക് ചേട്ടായിയുടെ അച്ചാറാണ്. എന്ത് അച്ചാർ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാട്ടോ. അച്ചാർ കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം ഊറും. അതിൻ്റെ സ്മെല്ലങ്ങ് അടിക്കുമ്പോഴത്തേക്കും ഒരു പ്ലേറ്റ് ചോറുണ്ടെന്ന് നമുക്ക് തോന്നും. അതുപോലെ നല്ല ടേസ്റ്റാട്ടോ ചേട്ടായിയുടെ അച്ചാർ. പിന്നെ എന്താ, അപ്പോൾ ഞങ്ങൾ പിറ്റേ ദിവസം ചോറുണ്ടായില്ല, കുറച്ച് കറികളൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ ഞങ്ങൾ അച്ചാറും കൂടെ എടുത്ത്. അപ്പോൾ ചേട്ടായിയോട് തന്നെ ആദ്യം ടേസ്റ്റ് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ചേട്ടായി നോക്കി. പിന്നെ ഞാൻ അച്ചാറൊക്കെ ചേട്ടായി പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ അച്ചാറെല്ലാം കുപ്പിയിൽ 3 ബോട്ടിൽ ചെറിയ 3 ബോട്ടിലാക്കിയാണ് ഇട്ട് വെച്ചിരുന്നത്. അപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന അച്ചാറിട്ട പാത്രത്തിലേക്ക് കുറച്ച് ചോറും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട്, സത്യം പറഞ്ഞാൽ ഇപ്പം തന്നെ വായിൽ വെള്ളം വരും ഇത് പറയുമ്പോൾ തന്നെ. അങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നിങ്ങളങ്ങനെ കഴിച്ചിട്ടുണ്ടോ? ഞാൻ അച്ചാർ അങ്ങനത്തെയൊക്കെ മീൻകറി അങ്ങനെയൊക്കെ വെച്ചാൽ ആ പാത്രത്തിലിട്ട് ചോറുണ്ടും കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.